Hi dears, welcome back to our family. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ലുക്കിൽ വന്നത് നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോണത്. ഇന്ന് വിനായക ചതുർത്ഥിയാണ്, സെപ്റ്റംബർ 7-ാം തീയതിയാണ്. പക്ഷെ ഞാനിത് എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്, നാളെ അല്ലേ കല്യാണം. അപ്പം ഞാനിത് എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. ഇപ്പോൾ രാവിലെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഇപ്പം 9 മണി ആയിട്ടോ, 9 അല്ല 8:30 കഴിഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനായകന് ഉണ്ണിയപ്പവും അതുപോലെ ഗണപതി ഹോമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് പ്രസാദമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് ഓടി വരാൻ സമയം ഒത്തിരിയായി. ബേബീനെ വീട്ടിൽ നിർത്തിയിട്ട് ഞാനും ഗോകും കൂടെ മാത്രമാണ് പോണത്. ഗോകു പുറത്തേക്ക് പോയി, ഞാൻ പോയി കുളിച്ചിട്ട് റെഡിയായി പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ഇതേ എൻ്റെ കുളിയും നനയൊക്കെ കഴിഞ്ഞു. എൻ്റെ എനർജി ഡ്രിങ്ക് ഇതെനിക്ക് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ന്യൂട്രീഷൻ ഡയറ്റ് എടുത്തിട്ടാണ് വണ്ണം കുറച്ചതെന്ന്. അപ്പോൾ എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞ ടൈമിൽ എനിക്ക് അവിടെ നിന്ന് തന്നതാണ് കേട്ടോ. ഞാൻ ഈ ഹെർബാലൈഫിൻ്റെ ആണ് ന്യൂട്രീഷൻ എടുക്കുന്നത്. സോ ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ പേര് ഇതുവരെ പറയാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹെർബാലൈഫിന് ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ എനിക്കിത് പോസിറ്റീവായിട്ട് എടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെയാണ് ഈ ഒരു എന്ത് വരട്ടെ എന്നും പറഞ്ഞിട്ട് പോയി എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം അടുപ്പിച്ചിട്ടാവുന്നു ന്യൂട്രീഷൻ എടുക്കാൻ തുടങ്ങിയിട്ട്. ഇതേണ്ടേ ബേബി അവിടെ കുളിച്ചുകൊണ്ടിരിക്കുക. ബേബിനെ കൊണ്ടുപോകണില്ല കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാത്ത് നിന്നിട്ടാണ് കുളിക്കുന്നത്. അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരുന്നോളൂ. വെള്ളത്തിനകത്ത് കഴിഞ്ഞാൽ കുറേ നേരം സമാധാനമായിട്ട്. എൻ്റെ ഫേസ് ഫുള്ള് ടാനായി. ഞാൻ കുളി കഴിഞ്ഞു. ഫേസിൽ എന്താ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് വന്നിരുന്നത്. ഇനിയിപ്പം ഞാൻ വെച്ചാൽ എൻ്റെ പ്രോട്ടീനും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാര്യം ഗോകുൽ കുളിക്കാൻ കയറിയിട്ടുള്ളൂ, ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിന് റെഡി ആയിട്ട് എൻ്റെ പ്രോട്ടീനും എടുത്തിട്ട് ഇതാ വരുന്നു. അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ബേബീനെ എടുത്തില്ല. ബേബീനെ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഷൂട്ടുണ്ട്. അപ്പം അത് കൺഫേം അല്ല എങ്കിലും ഇന്നലെ ചെല്ലാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നൊന്ന് അവിടെ നിന്ന് കയറണം. അഥവാ കയറുകയാണെന്നുണ്ടെങ്കിൽ കാശി ഭയങ്കര അലമ്പായിരിക്കും. അതുകൊണ്ടാണ് ബേബീനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞങ്ങളിത് തനിയത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ സ്ഥിരം വ്ലോഗ് കാണുന്നവർക്ക് അറിയാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലമുള്ളത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ഇന്നലെ ആക്ച്വലി സാധാരണ ഈ ചതുർത്ഥി അതായത് അമ്പിളിമാവിനെ കാണുമ്പോൾ ദോഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉള്ളതാണ്, എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് നല്ല അനുഭവമുണ്ട്. 1-4 വട്ടം അനുഭവമുണ്ട്. അതുകൊണ്ടിട്ട് കാണല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. പക്ഷെ ഒരു ചേച്ചി പറഞ്ഞു ഇന്നലെയും ഇന്നും കണ്ടുകൂടാത്തിരുന്നു. ഇന്നലത്തെ ഞാൻ കണ്ടു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഇന്നലത്തതും ഇന്നത്തതും ആണോ അതോ ഇന്നത്തത് വിനായക ചതുർത്ഥിയുടെ അന്നത്തത് മാത്രമാണോ കണ്ടുകൂടാത്തതെന്ന് പറയണേ. അറിയാത്തവരും കാണും. നമ്മളിവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വരുമ്പോഴും അത് ആലോചിക്കുന്നത് അതുകൊണ്ടിട്ടാണെന്ന് ആലോചിക്കും. എനിക്ക് ചെറിയ അങ്ങനെ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് അതുകൊണ്ടിട്ട് 5 മണിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ കയറുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എവിടെ പോകുമെന്ന് വെച്ചാൽ ഞാൻ വരില്ല. ഇന്നലെ രാത്രിയിൽ 12 മണിക്കാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയത്. സോ ഇന്ന് എങ്ങോട്ടും ഇല്ല. എനിക്ക് വയ്യ. അല്ലെങ്കിലേ കൊണ്ട് കുറേ പേര് ദോഷം. ഇനി അതും കൂടെ കണ്ടിട്ടുള്ള പേരുദോഷം വേണ്ടെന്ന്. അതെ ഇവന് നീളമുള്ളതുകൊണ്ട് അവൻ കാണൂല. എനിക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല കാണും ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് താഴെ. ഇത് നമ്മുടെ സ്വന്തം തൃപ്പനയും ദേവി ക്ഷേത്രം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് റെസിപ്റ്റ് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പം മൂടലിന് വേണ്ടിയിട്ട് എഴുതിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. സോ ഉണ്ണിയപ്പം പ്രസാദമായിട്ട് മേടിക്കാൻ വന്നതാണ്. ഞങ്ങൾക്ക് എൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ, ചേട്ടൻ്റെ പേരിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മൊത്തം 25 ഉണ്ണിയപ്പം തന്നു. അതിന് കണക്കില്ല, എത്ര വേണമെങ്കിലും എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 25 ഉണ്ണിയപ്പം മേടിച്ച് പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ വലം വെച്ച് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ടിറങ്ങി. കുറച്ച് ദിവസം മുമ്പ് തന്നെ ഉണ്ണിയപ്പം മൂടൽ എഴുതിയിട്ടുണ്ട് ചതുർത്ഥിയുടെ അന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ പ്രസാദം വാങ്ങി. ഉണ്ണിയപ്പമാണ്. ഇനിയിപ്പം അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കടയുണ്ട്. ഭയങ്കര കട്ടി.
നമ്മുടെ കൊട്ടാരക്കരയിലെ കുഞ്ഞപ്പം എന്ത് സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കൊട്ടാരക്കരയിലെ കുഞ്ഞപ്പം. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാശി ബേബി അലമ്പാക്കാതിരുന്നാൽ മതിയായിരുന്നു. അമ്പലത്തിൽ തൊട്ട് ഫ്രണ്ടിലുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡാണ് അവിടെ. ഗോഗു പൂരിയും ഞാൻ നെയ് റോസ്റ്റും മേടിച്ചത്. കാച്ചി പാപ്പൻ തിന്നുവാണേ. ഞങ്ങളുടെ അമ്മാമ്മ ഇതാണൊക്കെ ഇവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. ലാസ്റ്റ് ഇതിപ്പോൾ എപ്പോഴും ഞങ്ങളാക്കും. ഉണ്ടില്ല അഭ്യാസം ഞങ്ങളങ്ങനെ പാപ്പൊന്നും തിന്നൂല കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. സോറി, കപ്പിൻ്റെ അകത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്നു തിന്നുന്നാലേ കഴിക്കത്തുള്ളൂ. എന്തൊക്കെ അഭ്യാസം കാണിച്ചെന്നറിയോ പാപ്പം കൊടുക്കുന്നത് അല്ലേ ബേബിയെ? ഓ ചൊന്നാ. ഇത് അമ്മ കുളിക്കാൻ പോയി. അപ്പം അമ്മയെ കാണാത്തതിൻ്റെ സങ്കടമാണ്. അമ്മയെ നോക്കി കരയാണ്. അമ്മ വരാത്തതിന് കരയാണ് കേട്ടോ. എന്നെ വേണ്ട അവന്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കല്ല വൈകുന്നേരം ആവാറായി. ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയ ഡേ ഉമ്മളമ്മ, ഞാൻ, ദേവി, കാശി. അപ്പം നമ്മൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ ഹോട്ടലുണ്ട് കൊല്ലത്ത്, ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പം അവിടെ പോകാൻ പോവാണ്. അങ്ങനെ വേണ്ട നമ്മൾ ഫുഡ് കഴിക്കാൻ ഇതാണ് മന്തി മനസ്സിൽ വന്നത്. മന്തി കഴിക്കാൻ. സോ മന്തി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ നാലുപേരുടെ ഒരു ഫുൾ കുഴിമന്തി കഴിച്ചു. മന്തി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് MK ടെക്സ്റ്റൈൽസ് ഉണ്ട്, കൊല്ലത്തുള്ളതാണ് കേട്ടോ. അവിടെയാണ്. ബിക്കോസ് ഗോഗുവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണം. ഓണമല്ലേ, അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടത്തേക്കും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇറങ്ങിയാണ്. അപ്പം ഇത് ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു. എന്തായാലും കൊല്ലം വരെ വന്നില്ലേ, ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ ഗോഗു പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാവർക്കും ഉള്ള അങ്ങ് എടുത്തോ, പിന്നെ ഒരു വരക്കം കൂട്ടിയിട്ട് വരണ്ടല്ലോ, പിറ്റേ ദിവസം കല്യാണമാണ്, പിന്നെ ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകണം, സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് സ്പെൻഡ് ചെയ്ത് പിന്നെ പോകുന്ന വഴിക്ക് പിറ്റേ ദിവസത്തെ കല്യാണത്തിന് വയ്ക്കാനുള്ള ഞങ്ങളുടെ പൂക്കളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 9:30-10 മണി അടുപ്പിച്ചിട്ടായിട്ടുണ്ടായിരുന്നു. ചതുർത്ഥി ആയതുകൊണ്ടിട്ട് എനിക്ക് ലേശം പേടിയുണ്ടായിരുന്നു. അമ്പിളിയമ്മാവനെ കാണരുത് എന്ന് പണ്ടേ പറഞ്ഞ് ശീലിച്ചുകൊണ്ടൊരു കാര്യമായതുകൊണ്ടിട്ടേ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം കണ്ടുകൊണ്ടിട്ട് അന്ന് കണ്ടാലും കുഴപ്പമില്ലെന്നാണ് അമ്മാമ്മ പറഞ്ഞത്. എന്നാലും അന്നത്തെ ദിവസം കാണാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെയുള്ള വിശ്വാസം എനിക്കുണ്ടോ? നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഡേ ഇൻ മൈ ലൈഫ് ക്ലോസ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ കയറി. ഈ ഞങ്ങളുടെ വീട്ടിലേക്കും ഗോകുലിൻ്റെ വീട്ടിലേക്കും ഉള്ള എല്ലാം എടുത്തു. ഓണമല്ലേ, സോ എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് എടുത്തു. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജ് ചെയ്തതും കഴിയാനായിട്ടുണ്ടായിരുന്നു. ATM എടുത്തിട്ടുണ്ടായിരുന്നില്ല. GPay ചെയ്യണമെങ്കിൽ ഫോൺ ഓണായിരിക്കും. അതുകൊണ്ടിട്ട് ഗോകുലിൻ്റെ ഫോൺ ആദ്യമേ ഓഫായി. ATM എടുത്തനി, പക്ഷേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ATM ഇല്ല. എൻ്റെ അക്കൗണ്ടിൽ എടുക്കാൻ ദേവുൻ്റെ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ പൈസ മൊത്തം ഉള്ളത് എൻ്റെ അക്കൗണ്ടിൽ. പർച്ചേസ് കാര്യങ്ങൾ വെച്ചിട്ട് ദേവുൻ്റെ ATM ഉള്ള അക്കൗണ്ടിൽ നിന്ന് ട്രൈ ചെയ്യും. അപ്പം ATM എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടിട്ട് പിന്നെ ഫോൺ ഓഫാകാൻ നോക്കണമായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം മാമൻ്റെ കല്യാണമാണ്. ഇന്നത്തെ ദിവസം കല്യാണമാണ്. ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് കല്യാണത്തിന് വ്ളോഗ് കൂടി കയറാനുണ്ട്. അതുകൊണ്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാക്കണ്ടെന്ന് വിചാരിക്കുകയാണ്. നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി ഞാൻ ഏതൊരു വീഡിയോയിലകത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഐനി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത്. ഐനി മീൻസ് അതിന് ഞാൻ എന്ത് വേണമെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ആരെയും ഞാൻ നിർബന്ധിക്കില്ല. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി എന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട്. സോ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്ന് തോന്നുന്നു യൂട്യൂബിൽ. ഞാൻ ആരെയും അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടിട്ട് പറഞ്ഞത് ഫേസ് പാക്ക് ഇട്ടുകൊണ്ടിട്ടാണ് ഇറങ്ങുന്നത്. ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നു. കാര്യം സമയമില്ല, ഇന്ന് കല്യാണമാണ്. ഇതിപ്പോൾ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് രാവിലെ തരത്തോളം എനിക്ക് പറയുന്നത്. ഓണത്തിൻ്റെ തയ്യലും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടിട്ടേ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ രാവിലെ വന്ന് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് പാക്കും കൂടി ഇട്ടിട്ട് ഇറങ്ങുന്നത്. വെറുതെ ആ സമയം കളയാനല്ലോ. ബേബി ഉറക്കമാണ്. ആ ടൈമിലാണ് ഇറങ്ങിയത്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുകയാണ്.
പിന്നെ അപ്പം നമ്മുടെ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാൽ മതി. വെറുതെ ഇല്ല ആദ്യം തൊട്ടിട്ട് അവസാനം വരെ കണ്ടിട്ട് എന്തിനാ വെറുതെ കുറ്റം പറയാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വീഡിയോ കാണണ്ട. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഞാൻ എൻ്റെ വ്ളോഗ്സിൽ കൂടുതൽ ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു ഇത് ഞാൻ ആരെയോ തെറി പറഞ്ഞിട്ട് ഞാൻ അതിനെ ഹൈഡ് ചെയ്തു എൻ്റെ പ്രൊഫൈലിൽ നിന്ന്. എന്തായിരുന്നു പറഞ്ഞത്? എന്തോ പൂടി ജാടക്കാരി അങ്ങനെ ഇങ്ങനെ. ഞാൻ എന്ത് ജാടയാണ് അതിനകത്ത് പറഞ്ഞത് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ അതിനെ ഹൈഡ് ചെയ്തു. ഇനി അത് കമൻറ്റ് ഇട്ടാലും എൻ്റെ പ്രൊഫൈൽ വരില്ല. എൻ്റെ കമൻറ്റ് ആ കുട്ടിക്ക് കാണാം, എൻ്റെ പ്രൊഫൈൽ ആ കുട്ടിയുടെ കമൻറ്റ് ആ കുട്ടിക്ക് കാണാം, എന്നെ പറയുന്ന ആ കുട്ടിക്ക് പബ്ലിക്കായിട്ട് കാണുക, എനിക്കും കാണില്ല. സോ നീ എന്ത് വേണേലും പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി നമ്മുടെ മറ്റേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ചിലപ്പം രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഇവരുടെ ആ ഒരു തലേദിവസത്തെ മൊത്തത്തെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത്. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഇമ്മാതിരി നെഗറ്റീവ് കമൻറ്റ്സ് ആയിരിക്കും. അപ്പോഴത്തേനും എൻ്റെ ആ ഒരു ദിവസം ഫുള്ളായിട്ട് പോകും. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. എങ്കിലും നമുക്ക് പോസിറ്റീവ് ആയിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ പൂക്കടയിൽ വന്ന് പൂ മേടിച്ചു. ഞാൻ മുല്ലപ്പൂ മേടിച്ചില്ല. മുല്ലപ്പൂ മേടിക്കാനായിട്ടാണ് കയറിയത്. പക്ഷേ എനിക്ക് 2 റോസ് ഫ്ലവറൂടെ വേണമായിരുന്നു. പക്ഷേ മുല്ലപ്പൂ കിട്ടാത്തത് കൊണ്ടിട്ട് ഞാൻ തെച്ചിപ്പൂ മേടിച്ചു. റെഡ് കളറിൽ എൻ്റെ സാരി റെഡ് കളറാണ്. സോ ഒരു വെറൈറ്റി ആവുന്ന വിചാരിച്ചു. തെറ്റിപ്പൂ തലയിൽ വെക്കത്തില്ല എന്ന് ഒരു അമ്മ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുത്തെ കല്യാണത്തിൽ വെച്ചുകൊണ്ട് പോയപ്പോൾ ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ തെറ്റിപ്പൂ തലയിൽ വെക്കില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഒരുവിധം കല്യാണത്തിനെല്ലാം എല്ലാവരും വെക്കാറുണ്ട്. ആ ചേട്ടന്മാരോട് ഞാൻ പോയി ചോദിച്ചു, ചേട്ടാ ഇത് കല്യാണ പെണ്ണിന് കൊടുക്കാനുള്ളതാണോ? അപ്പോൾ പറഞ്ഞാണ് കല്യാണ പെണ്ണിന് കൊടുക്കാൻ വേണ്ടി കെട്ടി വെച്ചേക്കാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അതൊരു 3 മുഴം മേടിച്ചു. പിന്നെ ഇന്നലെ ചതുർത്ഥിയാണ്, അതുകൊണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയില്ല. ആശാൻ ഞങ്ങളെ 9:30 കൊണ്ടുവിട്ടിട്ട് വണ്ടിയുടെ എന്തോ പണിയെന്നും പറഞ്ഞുകൊണ്ടിട്ട് പോയതാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടിട്ട് തലേ ദിവസം തന്നെ പണിയെല്ലാം തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരെല്ലാം പിടിച്ചിരുത്തി ആള് പണിയെല്ലാം ചെയ്യിപ്പിച്ച്. ആളെ കാണാനില്ല, ആളുടെ ഫോൺ ഓഫ് ഒരു വക പറഞ്ഞില്ല, എവിടെ പോയത് എന്നൊന്നും പറഞ്ഞതില്ല. ഞാൻ പിന്നെ എൻ്റെ ചേട്ടനെ വിളിച്ച് ഞാനവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കി. ഇവരെ കാണാനില്ല, ഫോണും സ്വിച്ച് ഓഫ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യ. ഗൂഗിളിൽ വീട്ടിൽ ചേച്ചി വിളിച്ചായിരുന്നു. ഇന്ന് വിളിക്കുമ്പോൾ നിനക്ക് തെറിയുടെ പാട്ടായിരിക്കും. അവരുടെ ഞാൻ വിളിച്ച് പറഞ്ഞില്ല, കാര്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ അമ്മേനും ചേച്ചിമാരെ ടെൻഷൻ ആക്കണ്ടല്ലോ. ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇതിനെ കാണുന്നില്ല, 3 തിരക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ ആദ്യം ആ ചേട്ടൻ ഈ കുച്ചിനെ വിളിച്ച് ഫോൺ ചേച്ചി വിളിച്ച്, ചേച്ചി ഞാൻ അവനെങ്ങനെ കണ്ടായിരുന്നോ? അവനെ കാണാനില്ല, അവൻ വല്ലതും വിളിച്ചായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വീട്ടിലിറങ്ങി. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് വിളിയായി. ഇവനെ ഭയങ്കര കാര്യമാണ് സർവീസ് സ്റ്റേഷനിൽ ചേട്ടന്മാർ. കാര്യം എല്ലാ ആഴ്ചയിൽ 2 ദിവസം ഇവൻ്റെ വണ്ടിക്ക് പണിയാ. അതുകൊണ്ടിട്ട് ആ കടയുടെ കച്ചവടം ഫുൾ നടക്കുന്നത് ഇവനെ കൊണ്ടിട്ട്. അതുകൊണ്ടിട്ട് ആ അണ്ണന്മാർ കട അടയ്ക്കാനിട്ട് ഇവന് വേണ്ടിയിട്ട് അവിടെ ഇത് വർക്ക് ചെയ്ത് 1 മണി വരെ വർക്ക് ചെയ്ത്. നമ്മുടെ താനിക്കുമുക്ക് പട്ടിയൊക്കെ പതുക്കെ സ്ലോ മോഷനിൽ നടന്നു പോകും. താനിക്കുമുക്ക് ജംഗ്ഷനിലൊരു ജംഗ്ഷനിലല്ല, പാവുകൽ ജംഗ്ഷനിലൊരു സർവീസ് സ്റ്റേഷനുണ്ട്. അവിടെ ഈ വണ്ടി പണിയാണ് നടത്തുന്നത്. ഇവൻ്റെ വണ്ടിയുടെ പണി 2 വണ്ടിയുടെയും പണി മൊത്തം നടത്തുന്നത് അവിടെയാണ്. സോ ആ അണ്ണന്മാർക്ക് ഭയങ്കര കാര്യമാണ്. ചെറിയ തുമ്മലിനും ചീറ്റലിനും ഒക്കെ കൊണ്ടുപോകും. അങ്ങനെ ഇന്നലെ രാത്രി പിന്നെ ചേട്ടൻ വന്നിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ കയറി. ആദ്യം അനിയത്തി എന്നോട് പറഞ്ഞു, ദേവുനി സർവീസ് സ്റ്റേഷനിലൊക്കെ. കാര്യം ഇവൻ അങ്ങനെ അധികം കമ്പനിയൊന്നുമില്ല. ആ അണ്ണന്മാരടുത്ത് ചിലപ്പോൾ പോയിരിക്കും. നീ ഒന്ന് എല്ലാവരും വിളിച്ച് എന്നോട് ചോദിക്കുന്നത് അറിയാമോ, നീ ആയിട്ട് വഴക്കിട്ടാണോ പോയതെന്ന്. എന്നോട് പറയാതല്ലേ പോയത്, അതുകൊണ്ടിട്ട് എന്നോട് വഴക്കിട്ടാണോ പോയത്. സത്യത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഇനി ഇത്രയും പൈസ ചിലവായതായിരിക്കുമോ ഇനി ഇവ പോയത്. അങ്ങനെയല്ല ചിന്തിക്കത്തുള്ളു. ഇനി ഇത്രയും പൈസ ചിലവായതുകൊണ്ടിട്ടായിരിക്കും പോയത്. അങ്ങനെ പിന്നെ ഞാനും ചേട്ടനും കൂടെ ഞാൻ പറഞ്ഞ അണ്ണ ആദ്യമേ നമുക്ക് സർവീസ് സ്റ്റേഷനിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ കാണാൻ വണ്ടി അവിടെ പൊക്കി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്, ബോണറ്റ് പൊക്കി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ചേട്ടൻ മിക്കൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനും അതേ ചോദിച്ചോളൂ. കൂടെ 2 ചേട്ടന്മാരുണ്ട്, സർവീസ് സ്റ്റേഷനിൽ 2 ചേട്ടന്മാരുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും ഫോൺ മേടിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. 12:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരക്കി പോയത്. ഇവൻ വന്നത് 1:30-2 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് വന്നത്. അങ്ങനെ ഇന്നലത്തെ ആ സംഭവം കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് എഴുതിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് മേടിക്കാൻ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വലിയ ഡേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു, ബൈ.